ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളെയും പ്രതിരോധ പദ്ധതികളെയും കുറിച്ചുള്ള ഫയലുകൾ ഉൾപ്പെടെ വളരെ സെൻസിറ്റീവായ രഹസ്യങ്ങളുടെ ഒരു വൻ ശേഖരം ഇറാൻ അടിച്ചു മാറ്റിയതായി ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് ഇസ്രായേലി ഗവൺമെന്റിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. വളരെ വിദഗ്ധമായി നടത്തിയ ഒരു രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഈ ഡാറ്റകൾ ഇറാൻ ചോർത്തിയിട്ടുള്ളത്. സുരക്ഷിതമായി രാജ്യത്തേക്ക് മാറ്റിയ ശേഷം ഇറാനിയൻ അധികാരികൾ ഡാറ്റ സമഗ്രമായി പരിശോധിച്ചു വരുന്നതായി വാർത്ത ആദ്യമായി പുറത്തുവിട്ട ലെബനോന്റെ അൽമാദിയൻ ദിനപത്രം പറയുന്നു. ഇസ്രായേലിലെ ആണവ രഹസ്യങ്ങളും വീഡിയോകളും ഇറാന്റെ കയ്യിലെത്തിയത് വളരെ അപകടകരമായ ഒരു കാര്യം തന്നെയാണ്. ശത്രുക്കളുടെ കയ്യിൽ ഒരു രാജ്യത്തിന്റെ രഹസ്യം എത്തുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കിനി ഒരു പടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറാനെ ആക്രമിക്കുക എന്നുള്ള ഇസ്രായേലിന്റെ മുഴുവൻ പദ്ധതികളും അടങ്ങിയിട്ടുള്ള രഹസ്യ രേഖകളാണ് ഇപ്പോൾ ഇറാന്റെ തന്നെ കയ്യിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ സകല യുദ്ധതന്ത്രങ്ങളും ഇറാൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാനും കഴിയും. ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളുടെ രഹസ്യരേഖകൾ മാത്രമല്ല, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധവും ഈ രാജ്യങ്ങളുടെ പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട രേഖകളുമാണ് ഇപ്പോൾ ഇറാന്റെ കൈവശം എത്തിയിരിക്കുന്നത്. ഇറാന് വേണ്ടി രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നുവെന്ന് സംശയിച്ച് ഇക്കഴിഞ്ഞ മാസം ഇസ്രായേൽ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. റോയി മിസ്രാഹി, അൽമോസ് അദിയാൻ എന്ന് പറഞ്ഞ 2 ജൂതർ തന്നെയാണ് ഇവർ ഈ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് ഇറാന് കൈമാറി എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ വലിയ ആഭ്യന്തര കുഴപ്പങ്ങളിൽപ്പെട്ടിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ സർക്കാർ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഇറാന് വേണ്ടിയും ഖത്തറിന് വേണ്ടിയുമൊക്കെ ഔദ്യോഗിക രഹസ്യരേഖകൾ ചോർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരം നേരത്തെ വലിയ വിവാദമാവുകയും പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനു മുൻപ് ഇസ്രായേലിന്റെ രഹസ്യരേഖകൾ ചോർന്നതിന് പിന്നാലെയാണ് ഹൂത്തികൾ കൃത്യമായി ഇസ്രായേലിന്റെ സൈനിക താവളങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും എയർപോർട്ടുകളെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്രിസഭ കൂടുന്നത് പോലും നിലവറകളിലാണ്. അതുകൂടാതെ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് 2 തവണ അയാളുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ അത്ഭുതകരമായാണ് അയാൾ രക്ഷപ്പെട്ടതും. ഇതെല്ലാം ജൂതർ തന്നെയാണ് നടത്തിയത്. അതുമാത്രമല്ല, പൊതു സർവീസുകളായ ബസ്സുകളിലും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരം ആൾക്കാർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇവർ ചെയ്യുന്നത് വിദേശ പണം കൈപ്പറ്റിക്കൊണ്ടാണെന്ന് ഇസ്രായേൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇസ്രായേലിന്റെ രഹസ്യ വിവരങ്ങൾ അടുത്ത ദിവസം മുതൽ ഇറാൻ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടുകൂടി നെതന്യാഹു ആകെ ഇപ്പോൾ പരിഭ്രാന്തിയിലായിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കുമെന്ന് പലതവണ പറഞ്ഞിട്ടുള്ള നെതന്യാഹുവിനെ സംബന്ധിച്ച് അവരുടെ മുഴുവൻ ആക്രമണ വിവരങ്ങളും ഇപ്പോൾ ഇറാൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇനി ഇറാനെ പെട്ടെന്നൊന്നും ആക്രമിക്കാൻ കഴിയില്ല. ഇനി അവർ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കണം. അതെല്ലാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതുമായി അനുബന്ധിച്ചുള്ളതാവും. അതല്ലാതെ പുതിയൊരു ആക്രമണ തന്ത്രമൊന്നും ഇവർക്ക് ഇനി ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ നേരിടാനും ഇറാനെ സംബന്ധിച്ച് വളരെ നിഷ്പ്രയാസം സാധിക്കുക തന്നെ ചെയ്യും. ആ ഒരു ഭയം ഇപ്പോൾ നെതന്യാഹുവിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അയാളുടെ സ്വപ്നങ്ങൾ മുഴുവൻ തകരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ പ്രതിരോധ രഹസ്യങ്ങൾ ഇറാൻ ചൈനയ്ക്കും റഷ്യയ്ക്കുമൊക്കെ കൈമാറും എന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അത് ഉക്രൈനെ സഹായിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്താൻ റഷ്യയ്ക്ക് വലിയ സഹായമാവും ചെയ്യുക. ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം റഷ്യയ്ക്ക് മേൽ വലിയ ആക്രമണം നടത്തിയ ഉക്രൈനെ സംബന്ധിച്ച് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ അതിഭീകരമായ തിരിച്ചടിയാണ് പുടിൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ്റെ മുഴുവൻ വൈദ്യുതി നിലയങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് എല്ലാം തന്നെ റഷ്യൻ സൈന്യം തകർത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഉക്രൈൻ്റെ പകുതിയിലധികം പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനാണ് റഷ്യൻ സൈന്യം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അവർ ഒരുപക്ഷെ ഉക്രൈൻ തന്നെ പിടിച്ചെടുക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്ന്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ സൈന്യം ഇപ്പോൾ ഉക്രൈനിലേക്ക് കടുത്ത ആക്രമണം നടത്തിക്കൊണ്ട് അവരുടെ ബാക്കിയുള്ള പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യൻ സൈന്യത്തിൻ്റെ ഈ മുന്നേറ്റം യൂറോപ്യൻ രാജ്യങ്ങളെയാണ് വല്ലാതെ ബാധിക്കുക. റഷ്യ തൊട്ടടുത്തെത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആക്രമണപരമായ റഷ്യയുടെ മുന്നിൽ US സുരക്ഷാ ഗ്യാരണ്ടികൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ അവരിപ്പോൾ ഇസ്രായേലിൽ നിന്നും വളരെയധികം ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. ഈ യുദ്ധത്തിനിടയിലും ഇസ്രായേൽ ആയുധങ്ങൾ വിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അങ്ങനെയൊക്കെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ഇതെവിടെയിട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ മേധാവി കാജ കല്ലാസ് പറയുന്നത്, ഉക്രൈനിൽ സമാധാനത്തിനായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരിഗണിക്കാതെ തന്നെ ഒരു ദീർഘകാല ആക്രമണ പദ്ധതിക്കുള്ള പരിപാടി റഷ്യ നടത്തുന്നു എന്നാണ്. റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ 40% യുദ്ധ ബജറ്റാക്കി മാറ്റിക്കൊണ്ട് അവർ ഒരു പൂർണ്ണ യുദ്ധ മോഡിലാണ് എന്നും ഈ കല്ലാസ് ആരോപിക്കുന്നുണ്ട്. റഷ്യയുടെ മുന്നിൽ വലിയ ലക്ഷ്യങ്ങളാണ് ഇപ്പോഴുള്ളത്. യൂറോപ്പുമായി ഇടഞ്ഞ സ്ഥിതിക്ക് അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത് റഷ്യക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. അവരെ സ്ഥിരമായി ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഇപ്പോഴത്തെ റഷ്യയുടെ തന്ത്രം. പുടിൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉക്രൈനെ ആക്രമിച്ച് ഉക്രൈൻ പിടിച്ചെടുത്ത് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യങ്ങൾക്ക് ഉറക്കമുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം മറ്റൊരു പ്രധാന വാർത്ത, ഗസയെ കീഴടക്കാനുള്ള ശ്രമത്തിൽ ഇസ്രായേലിന് വൻ തിരിച്ചടികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ 12 സൈനികരുടെ മരണവും അനേകം പേർക്ക് ഗുരുതരമായ പരിക്കുമാണ് ഹമാസ് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളുടെ മൃതദേഹങ്ങൾ ഗസയുടെ പല ഭാഗത്തുനിന്നും IDF ഇപ്പോൾ കണ്ടെത്താനും തുടങ്ങിയിട്ടുണ്ട്. 18 മാസം ഈ ബന്ദികളെ ഞങ്ങൾ സംരക്ഷിച്ചു, പക്ഷേ അവരെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഹമാസിന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ ഈ കൊല്ലപ്പെടുന്ന ആൾക്കാരുടെ മൃതദേഹങ്ങൾ, അതായത് ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഈ ഹമാസ് തന്നെ പരസ്യമാകും വിധം ഇസ്രായേലി സൈന്യത്തിന്റെ കണ്ണിൽ പെടുന്ന വിധം പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 6-ലധികം ബന്ദികളെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ചത്തതാണോ അതോ ഇപ്പോഴത്തെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണോ എന്നൊക്കെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം ഇപ്പോൾ നെതന്യാഹുവിനെതിരായി ഇസ്രായേൽ പ്രതിഷേധത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അയാൾ രാജിവെക്കണം എന്ന നിലപാടിലാണ് ജൂത സമൂഹം മൊത്തമായിട്ടും ഇപ്പോഴുള്ളത്. എന്നാൽ ഗസയെ കീഴടക്കുന്ന ഈ ഘട്ടത്തിൽ പിന്മാറാൻ പാടില്ല എന്നാണ് ഭരണകക്ഷിയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാടും. അതുകൊണ്ട് തന്നെ ഈ നെതന്യാഹു ഒരു വല്ലാത്ത കൺഫ്യൂഷനിലാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. മുന്നോട്ട് പോകാൻ ജനങ്ങൾ സമ്മതിക്കുകയുമില്ല. എന്നാൽ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭരണകക്ഷിയിലുള്ള തീവ്ര വലതുപക്ഷ അംഗങ്ങൾ തന്നെ അയാളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ രാജിവെക്കും, ഭരണകൂടം താഴെയിടും എന്നൊക്കെ ഭയപ്പെടുത്തുന്നുണ്ട്. ഭരണകൂടം താഴെ വീഴുക എന്ന് പറയുന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ച് മരണത്തിന് തുല്യമായ ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഇസ്രായേലിൽ ഇലക്ഷൻ അടുത്തു വരികയാണ്. ഇതിൽ അയാൾ ജയിക്കേണ്ടത് ഈ നെതന്യാഹുവിൻ്റെ ആവശ്യം തന്നെയാണ്. അഥവാ ഏതെങ്കിലും കാരണത്താൽ അയാളുടെ ഈ പാർട്ടി തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരിക്കലും പുറംലോകം കാണാൻ കഴിയും എന്ന് വിശ്വസിക്കേണ്ടതില്ല. കാരണം അയാൾ ഒരു യുദ്ധക്കുറ്റവാളിയായി ലോകം മുഴുവൻ മുദ്രയടിച്ചു കഴിഞ്ഞു. അയാൾ ഭീകരനായ തീവ്രവാദിയായ ഒരു യുദ്ധക്കുറ്റവാളി തന്നെയാണ്. അതിനി അല്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. നിരായുധരായ ഒരു സമൂഹത്തിന് മേൽ ചുമ്മാ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുക എന്നത് ഒരു യുദ്ധക്കുറ്റവാളിയാണെന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ്. ഇസ്രായേലിൽ ഇപ്പോൾ ഈ ഭരണപക്ഷവും ജനങ്ങളും തമ്മിൽ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇന്നലെ ഒരു ജൂത സിനഗോഗിന് തീവെച്ച് വൻ നാശനഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. ഇതാരാണ് തീവെച്ചത് എന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ടില്ല. എങ്കിൽ തന്നെയും ഓർത്തഡോക്സ് വിഭാഗമായ ഹരേതികളെ സൈന്യത്തിൽ ചേർക്കാനുള്ള ശ്രമം ഗവൺമെൻറ് നടത്തുമ്പോൾ അതിനെതിരായുള്ള പ്രതിഷേധം ഈ ഹരേതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലുമായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇസ്രായേലി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്ഥിരമായി ഇസ്രായേലിൽ ഇപ്പോൾ തീവെപ്പും സംഘർഷങ്ങളുമായി പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.